മാറിയ കേരളത്തിൽ അത്ഭുതങ്ങൾ തീർത്ത പ്രതിഭകൾ. സ്കൂളിൽ പഠിക്കുമ്പോൾ ഇഷ്ടജോലി പഠിക്കാനും അവസരം ലഭിച്ചപ്പോൾ 18കാരൻ നടന്നു കയറിയത് വൻകിട എഡ്യൂടെക് കമ്പനിയുടെ ചീഫ് ടെക്നോളജി ഓഫീസർ പദവിയിലേക്ക്. ഇത്തരത്തിൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് സ്കൂൾ പഠനത്തോടൊപ്പം ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് നേടാനുള്ള കേരളത്തിലെ മാറിയ സാഹചര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതുവഴി ഭാവി കേരളം ലോകത്തിന് സൊല്യൂഷനൊരുക്കുന്ന വൻകിട സംരംഭങ്ങളുടെ പറുദീസയായി മാറുമെന്നാണ് വിലയിരുത്തൽ. ടെക് സയന്റിസ്റ്റുകളെയും കമ്പ്യൂട്ടർ എഞ്ചിനീയർമാരെയും വാർത്തെടുക്കുന്ന മെഗാസ്റ്റാർ മമ്മൂട്ടി ബ്രാൻഡ് അംബാസഡറായി കേരളത്തെ പരിചയപ്പെടുത്തിയ സ്റ്റേപ്പ് എന്ന ടാൽറോപ്പിന്റെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി പ്ലാറ്റ്ഫോമിന്റെ ചീഫ് ടെക്നോളജി ഓഫീസറായാണ് 7 വർഷത്തെ റിയൽ ഇൻഡസ്ട്രി എക്സ്പീരിയൻസുമായി 18 വയസ്സ് മാത്രമുള്ള തിരുവനന്തപുരം സ്വദേശി മഹാദേവ് രതീഷ് ചാർജ് എടുക്കുന്നത്. ഏതൊരു മേഖല എടുത്തു കഴിഞ്ഞാലും ഇൻഫർമേഷൻസ് അപ്ഡേറ്റ് ആവുന്നത് വെറും മിനിറ്റുകളിലാണ്. എന്ന് പറഞ്ഞാൽ ചുരുങ്ങി ഒരു 10 വർഷം മുമ്പേ ക്രിയേറ്റ് ചെയ്ത സിലബസാണ് നമ്മൾ ഈ ഒരു 10 വർഷത്തിൽ പഠിക്കുന്നത്. ഇത് അപ്ലൈ ചെയ്യുന്നതോ അടുത്ത 10 വർഷത്തിൽ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മളൊരു 30 വർഷം ഓൾറെഡി പിന്നിലാണ്. ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ സ്കൂൾ പഠനത്തോടൊപ്പം തന്നെ നമ്മൾ അപ്ഡേറ്റ് ആവുക എന്നുള്ളതാണ്. നമ്മുടെ സ്വന്തം സ്കില്ല് കണ്ടുപിടിച്ച് ഒരു റിയൽ ഇൻഡസ്ട്രി എക്സ്പീരിയൻസോടുകൂടി പഠിക്കാനുള്ള സാധ്യതകൾ കണ്ടുപിടിക്കണം. ടെക്നോളജി പഠനത്തോടൊപ്പം തന്നെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ലീഡർഷിപ്പ് സ്കിൽസ്, ഓണ്ടർപ്രണർഷിപ്പ് സ്കിൽസ്, ഇങ്ങനെ പലയധികം സ്കിൽസിലും എനിക്ക് പരിശീലനം കിട്ടി. എൻ്റെ സ്കൂൾ പഠന കാലത്ത് തന്നെ എൻ്റെ സ്കില്ലും പാഷനും കണ്ടുപിടിക്കാൻ പറ്റിയതാണ് എനിക്കൊരു വളരെ നേട്ടമായിട്ട് തോന്നിയിട്ടുള്ളത്. മറ്റേതൊരു വിദ്യാർത്ഥിയെയും പോലെ സ്കൂൾ, കോളേജ്, ജോലിക്ക് വേണ്ടിയുള്ള പഠനം, അടുത്തത് ജോലി നേടാനുള്ള ശ്രമം എന്നിങ്ങനെ തന്നെ ആയേനെ മഹാദേവിന്റെ ജീവിതവും. എന്നാൽ സ്കൂളിൽ പഠിക്കുമ്പോൾ ഇഷ്ടപ്പെട്ട കരിയർ ഇൻഡസ്ട്രി എക്സ്പീരിയൻസോടെ പഠിക്കാൻ അവസരം ലഭിച്ചതിനാൽ ഇന്ന് 7 വർഷത്തെ എക്സ്പീരിയൻസുമായി വൻകിട കമ്പനിയുടെ ഉന്നത തസ്തികയിൽ 18 എന്ന ചുറുചുറുക്കുള്ള പ്രായത്തിൽ തന്നെ എത്തിച്ചേരാൻ മഹാദേവിന് കഴിഞ്ഞു. പാഠപുസ്തകങ്ങളിലും പരീക്ഷകളിലും മാത്രം കുരുങ്ങിപ്പോകുമായിരുന്ന 18 വയസ്സിന്റെ ആവേശവും ഉത്സാഹവും ഇന്ന് ടെക് സയന്റിസ്റ്റുകളെ വാർത്തെടുക്കുന്നതിനു വേണ്ടിയുള്ള സൊല്യൂഷനുകൾ നെയ്തെടുക്കുകയാണ്. സ്കൂൾ, കോളേജ് പഠനം കഴിഞ്ഞതിന് ശേഷം മാത്രം ജോലിക്ക് വേണ്ടി വീണ്ടും പഠിക്കുന്നതും, മാർക്ക് കുറവുള്ള കുട്ടിക്ക് താല്പര്യം കുറവുള്ള വിഷയത്തിൽ ട്യൂഷൻ ഉൾപ്പെടെ നൽകി പ്രത്യേക പരിഗണന നൽകുന്നതുമാണ് നിലവിലെ രീതി. എന്നാൽ സ്കൂൾ പഠനത്തിനോടൊപ്പം തന്നെ അഭിരുചി കണ്ടെത്തി തൊഴിൽ പരിചയം നേടിക്കൊടുക്കാനും കൂടുതൽ താല്പര്യമുള്ള, മാർക്ക് കൂടുതലുള്ള വിഷയത്തിൽ പ്രത്യേക ശ്രദ്ധ കൊടുക്കുവാനും മഹാദേവിന് അവസരം ലഭിച്ചു. സ്റ്റേപ്പിന്റെ CTOയായി ചാർജ് എടുക്കുന്ന മഹാദേവിന്റെ കീഴിൽ 100-ന് മുകളിൽ BTech, MTech ബിരുദധാരികൾ ജോലി ചെയ്യുന്നുണ്ട്. നമ്മുടെ ഒരു വിദ്യാർത്ഥി ഒരു വിഷയത്തിൽ പുറകിലാണെങ്കിൽ നമ്മൾ സ്പെഷ്യൽ ട്യൂഷനെ കൊടുത്ത് ആ കുട്ടിയെ മുകളിലേക്ക് കൊണ്ടുവരാൻ നോക്കും. പകരം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ കുട്ടി ഏതൊരു വിഷയത്തിലാണോ മുന്നിലുള്ളത് അവിടെ ഫോക്കസ് ചെയ്ത് അതിലേക്ക് തന്നെ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇതാണ് ടാൽറോപ്പിൻ്റെ ഒരു എഡ്യൂക്കേഷൻ പോളിസി. നമ്മൾ ഒരു കുട്ടിക്ക് 1-2 മേഖലകൾ മാത്രമല്ല ഉള്ളത്. ഇപ്പോൾ മാത്സിൽ കുട്ടി പുറകിലേക്ക് പോയി കഴിഞ്ഞാൽ ആ കുട്ടി മോശമാണ് എന്ന് കാണുന്ന ഒരു കാഴ്ചപ്പാട് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ, നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. പക്ഷെ കുട്ടികളുടെ മുമ്പിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അവരുടെ അഭിരുചി കണ്ടുപിടിച്ച് അതിനനുസരിച്ച് മുന്നോട്ട് വരുമ്പോഴാണ് ക്രിയേറ്റർമാരും സയന്റിസ്റ്റുകളൊക്കെ കൂടെ ഉണ്ടാകുന്നത്. മഹാദേവിന് വളരെ ചെറിയ 11ാം വയസ്സിൽ തന്നെ മഹാദേവിന്റെ അഭിരുചിക്കനുസരിച്ച് പഠിക്കാൻ സാധിച്ചു എന്നുള്ളത് കൊണ്ട്, ഇൻഡസ്ട്രി എക്സ്പേർട്സുകളോടൊപ്പം ഒരുമിച്ച് നിൽക്കാൻ സാധിച്ചു എന്നുള്ളത് കൊണ്ട്, ലോകം ടെക്നോളജിയിലൂടെ കാണാൻ സാധിച്ചു എന്നുള്ളത് കൊണ്ടാണ് ഇന്ന് സ്റ്റേപ്പിന്റെ ചീഫ് ടെക്നോളജി ഓഫീസർ എന്നൊരു പദവിയിലേക്ക് 18ാം വയസ്സിൽ തന്നെ മഹാദേവിന് എത്താൻ സാധിച്ചത്. ജപ്പാനിൽ വെച്ച് എംബസി നേരിട്ട് നടത്തുന്ന സ്കോളർഷിപ്പ് എക്സാമിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിനൊപ്പം AI റോബോട്ടിക്സ് ഇന്റഗ്രേഷന്റെ നെക്സ്റ്റ് ലെവൽ സാധ്യതകളെ കുറിച്ചുള്ള പഠനത്തിലുമാണ് മഹാദേവ് രതീഷ്. മഹാദേവിനെ പോലെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് പഠനത്തിനൊപ്പം ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് നേടാൻ കഴിയുന്ന കേരളത്തിലെ മാറിയ സാഹചര്യത്തെ ഉപയോഗപ്പെടുത്തുന്നത്. നൂതന സംരംഭക ആശയങ്ങൾക്ക് ലഭിക്കുന്ന സ്വീകാര്യത എന്നോണം കേരളത്തിൽ സ്റ്റാർട്ടപ്പുകളുടെ എണ്ണത്തിലും വലിയ വർധനവുണ്ടായെന്ന് കണക്കുകൾ തെളിയിക്കുന്നു. ടെക്നോളജിയുടെ വ്യാപനവും പ്രോത്സാഹനവും ആഗോള കമ്പനികൾ തങ്ങളുടെ കേരളത്തിലേക്ക് കടന്നു വരുന്നതിനാവശ്യമായ ടാലന്റ് മാൻ പവർ കേരളത്തിൽ നിന്ന് തന്നെ വളർത്തിയെടുത്തുകൊണ്ടിരിക്കുന്നതും, തൊഴിൽ തേടി യുവതലമുറ വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറുന്ന പ്രവണത കുറഞ്ഞു വരുന്നുവെന്ന റിപ്പോർട്ടുകളും ഭാവി കേരളത്തെ നിർവചിക്കുകയാണെന്നാണ് വിലയിരുത്തൽ. ആപ്പിളും ആമസോണും ഫേസ്ബുക്കും പിറവിയെടുത്ത ടാലന്റ് മാൻ പവറും നൂതന ടെക്നോളജിയും ആവോളം ലഭ്യമാവുന്ന സംരംഭകരുടെ സ്വപ്നഭൂമിയായ അമേരിക്കയിലെ സിലിക്കൺ വാലി മോഡലിലേക്ക് കേരളം മാറിക്കൊണ്ടിരിക്കുന്നു എന്നതിന്റെ തെളിവുകളായി ഇവയെല്ലാം ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. റിപ്പോർട്ടർ, കൊച്ചി.